കടൽ കണ്ടാൽ ഒരിക്കലും മതിവരില്ല എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കടൽ കാണാൻ കഴിഞ്ഞില്ല. ട്രിവാൻഡ്രത്തുള്ള ശംഖുമുഖം കടൽ. വിഷമം മാറ്റാനായി ചുറ്റിലും നിന്ന കാഴ്ചകൾ ഞങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങി. ഫോണെടുത്ത് കുറച്ച് പകർത്തിയാലോ എന്ന് ചിന്തിച്ചു. പകർത്താൻ തുടങ്ങി. വളരെ രാത്രിയായിട്ടും എല്ലാവരും ആസ്വദിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ്, കഴിക്കുകയാണ്, കളിക്കുകയാണ്. കുട്ടികളും മുതിർന്നവരും വളരെ സന്തോഷത്തിലാണ്. വെക്കേഷൻ ആയതുകൊണ്ടാകാം ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ശുദ്ധജലം കൊണ്ട് വച്ചേക്കുന്ന ഒരുപാട് പാക്കറ്റുകൾ കണ്ടു. ബോർഡ് വച്ചിട്ടുണ്ട് കടലിലിറങ്ങാൻ പാടില്ല എന്നുള്ളത്. കാഴ്ചകൾ ഇഷ്ടം തോന്നിയതൊക്കെ കുറേ ഞാൻ പകർത്തി. ഇതെല്ലാം അവിടെ കണ്ട ബോർഡാണ്. അവിടെ ഒരു കുഞ്ഞു കുട്ടി നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് ഒരു ഹിന്ദിക്കാരൻ പയ്യനാണെന്ന് തോന്നുന്നു. ബബിൾസ് വളരെ മനോഹരമായി വിടുന്നുണ്ട്. കുറച്ച് നേരം അത് ഞാൻ എൻ്റെ വീഡിയോയിൽ പകർത്തിയെടുത്തു. ഇതൊരു പഴയ മണ്ഡപമാണ്, അവിടെയുള്ള കൽമണ്ഡപം. അത് കഴിഞ്ഞ് വീണ്ടും ഫോണിൽ പറ്റാവുന്ന എത്രയും പകർത്തി. മഴ വരുന്നുണ്ട്, രാത്രിയായി. തിരക്കിനിടയിലും കഴിയുന്നത്ര പകർത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ. അതിനുശേഷം ഒരു കാല് സുഖമില്ലാത്ത ആൾ പാടുന്ന കണ്ടു. അയാൾക്ക് ഞങ്ങളും ചെറിയ രീതിക്കുള്ള ധനസഹായങ്ങളൊക്കെ, അതായത് ചെറിയ ചെറിയ എമൗണ്ടുകളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഭക്ഷണം തേടി നടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്, ഫ്രഷ് ഫിഷ്. അത് കറിയായാലും ഫ്രൈ ആയാലും വളരെ ഇഷ്ടമാണ്. ഞങ്ങളും പോയി കഴിച്ചു. വളരെ ടേസ്റ്റായിരുന്നു. ഞങ്ങൾ പറയുന്നത് തന്നെ അവരെടുത്ത് ഞങ്ങൾക്ക് ഫ്രൈ ചെയ്ത് തരും. അപ്പോൾ തന്നെ ചൂടോടെ, വളരെ ചൂടോടെ അത് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഞങ്ങൾ അടുത്തിരുന്ന് ധാരാളം പേർ കഴിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് തന്നെയാണ് ഞങ്ങളും കഴിച്ചത്. ഒരമ്മ വെജിറ്റേറിയൻ ആയിരുന്നു. അവർക്ക് ഞാനൊരു ചമ്മന്തിയും മറ്റുള്ളതൊക്കെ വിളമ്പിക്കൊടുത്തു. പാവം ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കാഴ്ചകൾ പകർത്താനിറങ്ങി. ലോട്ടറി വിൽക്കുന്ന ഒരു ചേച്ചി കറക്റ്റായിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ വന്നു. ഞങ്ങൾ വാങ്ങി. പിന്നീടും ടൂറിസ്റ്റ് ബസ്സുകൾ വന്നിറങ്ങുന്നുണ്ടായിരുന്നു. കാഴ്ചകൾ തീർന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് പോകാൻ സമയമായതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അവിടെ വെച്ചാണ് നമ്മുടെ ശംഖുമുഖം അമ്പലം കണ്ടു, ദേവീക്ഷേത്രം. അത് ദൂരെയാണ്, അടുത്ത് പോകാനും കയറാനൊന്നും സാധിച്ചില്ല. പെട്ടെന്ന് പോകണം, മഴ വരുന്നുണ്ട്. വീട്ടിൽ നിന്നും ഫോൺ വന്നു, മഴയാണ്, ഇടിയാണ്. പെട്ടെന്ന് പോകാനുള്ള തയ്യാറെടുപ്പിൽ വീണ്ടും കുറച്ച് കാഴ്ചകൾ കൂടെ പകർത്തി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എയർപോർട്ടാണ്. അതിനുശേഷം കുറച്ച് ദൂരം കൂടെ ഞാൻ പകർത്തിയെടുത്തിട്ട് പിന്നെ നിർത്തി. ഇനിയും പകർത്തിക്കൊണ്ടിരുന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ നഷ്ടപ്പെടും. കുറച്ച് ദൂരം കൂടി പോയതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു. ടാറ്റ ബൈ. നിങ്ങളും ഇതുപോലുള്ള കാഴ്ചകൾ ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ടാറ്റ.